Dear students, now we can study the theorem. Theorem 2. Let B and W be vector spaces over the field F. Let B and W be vector spaces over the field F, and let T be a linear transformation. T be a linear transformation from B into W. Suppose that V is finite dimensional, then rank of T plus nullity of T equal to dimension of V. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പം തിയറി നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാം. രണ്ട് വെക്ടർ സ്പേസ് തന്നിട്ടുണ്ട്, വിയും ഡബ്ല്യുവും. വി ആൻഡ് ഡബ്ല്യു ബി വെക്ടർ സ്പേസസ് ഓവർ ദ ഫീൽഡ് എഫ്. രണ്ടും ഓവർ ദ ഫീൽഡ് എഫിൽ ഡിഫൈൻ ചെയ്ത വെക്ടർ സ്പേസ് ആണ്. ടി എന്ന് പറയുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം വി ഇൻറ്റു ഡബ്ല്യു. അതായത് ഇതാണ് ഈ ലീനിയർ വി നിന്ന് ഡബ്ല്യൂയിലോട്ടുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് ടി എന്ന് പറയുന്നത്. Suppose that V is finite dimensional. V finite dimensional vector space ആണെന്നും വിചാരിക്കുക. Then rank of T plus nullity of T എന്ന് പറയുന്നത് dimension of V ആയിരിക്കും. Rank of T എന്ന് വെച്ചാൽ എന്താണ്? Dimension of the range space of V and dimension of the range space and range space of dimension of null space. അത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് വിയുടെ ഡയമെൻഷൻ കിട്ടും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാം കേട്ടോ. പ്രൂഫ്. Let alpha 1, alpha 2, etc. alpha n. Set alpha 1, alpha 2, etc. alpha k be a basis for the null space of T. Null space of T നമ്മൾ n കൊണ്ട് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ is a basis for n the null space of T. അപ്പോൾ എന്താണ്? Let set alpha 1, alpha 2, etc. alpha k be a basis for n the null space of T. അങ്ങനെയാണെങ്കിൽ there are vectors alpha k plus 1, alpha k plus 2, etc. alpha n in V. വിയില് വി എന്ന് പറയുന്നത് n ഡയമെൻഷണൽ വെക്ടർ സ്പേസ്. വി എന്ന് പറയുന്നത് n ഡയമെൻഷനിലാണ് തന്നിട്ടില്ല. നമുക്ക് ആൽഫ 1 alpha k plus 1, alpha k plus 2, etc. alpha n in V such that set alpha 1, alpha 2, etc. alpha n is a basis for V. അപ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയാണ് എടുത്തതെന്ന് അറിയോ? ഇവിടെ പിന്നെ വിയും ഡബ്ല്യു ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എടുത്തത് സെറ്റ് ആൽഫ 1, ആൽഫ 2, etc. ആൽഫ കെ ബി എ ബേസിസ് ഫോർ n ദ നൾ സ്പേസ് ഓഫ് ടി. നൾ സ്പേസ് അതായത് സീറോയിലോട്ട് പോകുന്ന വിയിലെ എലമെന്റ്സ് ആണ് എന്താ? ആൽഫ 1, ആൽഫ 2, etc. ആൽഫ കെ. നൾ സ്പേസ് ഓഫ് ടി ഇത് സീറോയിലോട്ടാ പോവുക. മനസ്സിലായി? അപ്പോൾ ഇത് നൾ സ്പേസിലാണ്. ഇതൊക്കെ നൾ സ്പേസിലാണ് ഇവിടെ ഉള്ളത് വരുന്നത്. പിന്നെ അങ്ങനെയാണെങ്കിൽ there are vectors alpha k plus 1. ആൽഫ കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ എലമെന്റ്സ് ഇവിടെ ഉണ്ടാവും ഇൻ വി
അല്ലേ? നമ്മൾ ഇങ്ങനെ ഇത്ര ഉണ്ടെന്ന് എടുക്കുകയാണ് നമ്മൾ ആൽഫ കെ പ്ലസ് 1 ആൽഫ കെ പ്ലസ് 2 എക്സെട്ര ആൽഫ എൻ ഇൻ വി സച്ച് ദാറ്റ് ഇത് മുഴുവൻ ആണ് വിയുടെ ബേസിസ് സച്ച് ദാറ്റ് ആൽഫ സെറ്റ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ ഈസ് എ ബേസിസ് ഫോർ വി. വി now prove that. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം നോക്കൂ. ഇത് ഇത്രയും നൾ സ്പേസിൽ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ വരെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുറച്ച് എലമെന്റ്സ് ഉണ്ട്, അതിന്റെ ഇമേജസ് എന്തിലാ വരിക? റേഞ്ച് സ്പേസിലാണ് വരിക അല്ലേ? അതിന്റെ ഇമേജസ് ആയിരിക്കും റേഞ്ച് സ്പേസ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്താ പ്രൂവ് ചെയ്യുക? വി നൗ പ്രൂവ് ദാറ്റ് സെറ്റ് ബാക്കിയുള്ളത് ടി ആൽഫ കെ പ്ലസ് 1 ടി ആൽഫ കെ പ്ലസ് 2 എക്സെട്ര ടി ആൽഫ എൻ is a basis for the range of T. The vectors T alpha 1, T alpha 2, etc. T alpha n certainly span the vectors T alpha 1, T alpha 2, etc. T alpha n certainly span the range of T. അല്ലെ, ഇത് ഈ ടി ആൽഫ 1 ടി ആൽഫ 2 എക്സെട്ര എടുത്ത് അതല്ലേ നമ്മൾ ഇവിടെ ഉള്ളതിന്റെ ഇമേജസ് അല്ലെ? ഇവിടെ ഉണ്ട് ബി ഉണ്ട്, ഡബ്ല്യു ഉണ്ട്, ടി എന്ന് പറയുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ പ്ലസ് 1 ആൽഫ കെ പ്ലസ് 2 എക്സെട്ര ആൽഫ എൻ വരെ എടുക്കുകയാണെങ്കിൽ ഈ ടി ആൽഫ 1 ടി ആൽഫ 2 എക്സെട്ര ടി ആൽഫ എൻ ആണ് എന്തിൽ വരിക? റേഞ്ചിൽ വരിക അല്ലെ? സർട്ടൺലി സ്പാൻ ദ റേഞ്ച് ഓഫ് ടി. പക്ഷെ നമ്മൾ എന്താ പറയുന്നത്? ടി ആൽഫ കെ പ്ലസ് 1 ടി ആൽഫ കെ പ്ലസ് 2 എക്സെട്ര ടി ആൽഫ എൻ ഈസ് എ ബേസിസ് ഫോർ ദ റേഞ്ച് ഓഫ് ടി എന്നാണ് നമുക്ക് കാണിക്കാറുള്ളത്. ഈ വെക്ടേഴ്സ് ക്ലിയർലി സ്പാൻ ചെയ്യും, പക്ഷെ ബേസിസിൽ ടി ആൽഫ കെ പ്ലസ് 1 ടി ആൽഫ കെ പ്ലസ് 2 എക്സെട്ര ടി ആൽഫ എൻ വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. And since T alpha j equal to 0 for j less than or equal to k. അതായത് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ ആണ് നൾ സ്പേസിനെ സ്പാൻ ചെയ്യുക. അപ്പൊ ടി ആൽഫ 1 ടി ആൽഫ 2 എക്സെട്ര ടി ആൽഫ കെ വരെ 0 ആയിരിക്കും. അതാ പറഞ്ഞ ടി ആൽഫ ജെ ഈക്വൽ ടു 0 ഫോർ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ. ടി ആൽഫ കെ വരെ 0 ആയിരിക്കും. അപ്പൊ എന്ത് പറയാം നമുക്ക്? We can see that T alpha k plus 1, T alpha k plus 2, etc. T alpha n span the range. അത് നമുക്ക് ഇത് തന്നെ ഈ ടി ആൽഫ കെ പ്ലസ് 1 എടുത്താൽ ടി ആൽഫ കെ പ്ലസ് 2 തൊട്ട് എടുത്താലും ശരി, അത് റേഞ്ചിനെ സ്പാൻ ചെയ്യും. നമുക്ക് കാണിക്കാനുള്ളത് ടു see that these vectors are linearly independent. അതായത് ഈ വെക്ടേഴ്സ് ടി ആൽഫ കെ പ്ലസ് 1 ടി ആൽഫ കെ പ്ലസ് 2 എക്സെട്ര ടി ആൽഫ എൻ ഈ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് സപ്പോസ് we have scalars ci such that sigma I varies from k plus 1 to n. Ci t alpha I equal to 0. മനസ്സിലായോ? ഇത് ടി ആൽഫ 1 ടി ആൽഫ കെ പ്ലസ് 1 ടി ആൽഫ കെ പ്ലസ് 2 എക്സെട്ര ടി ആൽഫ എൻ സ്പാൻ ദ റേഞ്ച് ആണ്. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് ഈ എലമെന്റ്സ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ 0 ആണെങ്കിൽ എന്താണ് നമ്മൾ എന്താ എടുക്കുക? സ്കെയിലാർസ് 0 ആയിരിക്കുന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പൊ സിഗ്മ ഐ ഈക്വൽ ടു കെ പ്ലസ് 1 ടു എൻ സി ഐ ടി ആൽഫ ഐ ഈക്വൽ ടു 0
implies T of sigma I varies from k plus 1 to n Ci alpha I equal to 0. T of this equal to 0. And നമുക്ക് എന്ത് കിട്ടും? T of some vector equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെക്ടർ നൾ സ്പേസിൽ വരുന്നതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ആൻഡ് സോ ദ വെക്ടർ ഏത് വെക്ടർ? ഈ വെക്ടർ അല്ലേ? അപ്പൊ നമുക്ക് ആ വെക്ടറിന് പേര് കൊടുക്കാം ആൽഫ എന്ന്. സിഗ്മ ഐ വേരീസ് ഫ്രം k plus 1 to n. Ci alpha I is in the null space of T. null സ്പേസിൽ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി since alpha 1, alpha 2, etc. alpha k, alpha 1, alpha 2, etc. alpha k form a basis for n. നമ്മൾ മുമ്പേ പറഞ്ഞു അല്ലേ? അത് ആൽഫ 1, ആൽഫ 2, etc. ആൽഫ k n-ന്റെ ബേസിസ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് പറയാം? there must be scalars, there exist scalars b1 b2 etc. basis ആയതുകൊണ്ട് b1 b2 etc. bn such that alpha equal to sigma I equal to 1 to k bi alpha I. Alpha equal to sigma I equal to 1 to k bi alpha I. ഇത് ബേസിസ് ആണ്, എന്നിന്റെ ബേസിസ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് പറയാം അല്ലേ? ഇങ്ങനെ ഒരു ആൽഫ എന്ന് പറയുന്നത് ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി നമുക്ക് എഴുതാം. സിഗ്മ ഈക്വൽ ടു 1 to n bi ആൽഫ. ഇപ്പൊ രണ്ട് ആൽഫ കിട്ടി നമുക്ക്. മുകളിലും നമുക്ക് ഒരു ആൽഫ കിട്ടിയില്ലേ? ഏതാ അത്? അതായത് ഒരു മിനിറ്റ്, ഇവിടെ നമ്മൾ എവിടെ എഴുതിയത്? ആൽഫ ഈക്വൽ ടു ഇത് ഇങ്ങനെയും കിട്ടിയിട്ടുണ്ട് നമുക്ക് അല്ലെ? ആൽഫ ഈക്വൽ ടു ഇവിടെ കിട്ടി. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആൽഫ ഈക്വൽ ടു ഇതും കിട്ടി നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടും ആൽഫ ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? therefore thus എന്തെഴുതാം? സിഗ്മ ഐ ഈക്വൽ ടു 1 to k bi ആൽഫ I മൈനസ് സിഗ്മ അടുത്ത ആൽഫ സിഗ്മ j ഈക്വൽ ടു k plus 1 to n cj ആൽഫ j ഈക്വൽ ടു 0 ആയിരിക്കും, രണ്ടും ആൽഫ ആയതുകൊണ്ട്. പക്ഷേ ഇങ്ങനെ ഇതിന്റെ ഫുൾ ലീനിയർ കോമ്പിനേഷൻ ഇപ്പൊ എന്താ ഇത്ര വരെ വന്നു? ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ k plus 1, ആൽഫ k plus 2, എക്സെട്ര ആൽഫ n. ഇത്രയും വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ 0 ആണ് വന്നത്. പക്ഷെ നമുക്കറിയാം ദീസ് വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്നറിയാം. സിൻസ് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ n ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആൻഡ് ദെയർ ലീനിയർ കോമ്പിനേഷൻ 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? We can say that b1 equal to b2 equal to etc. equal to bk equal to ck plus 1 equal to etc. equal to cn equal to 0 എന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? ഇതെല്ലാം കോൺസ്റ്റൻസ് എല്ലാം 0 ആയിരിക്കും എന്ന് പറയാം. ഇനി നമ്മൾ എടുക്കേണ്ടത് എന്താ വെച്ചാൽ if r is the rank of t, റാങ്ക് ടിയുടെ റാങ്ക് അതായത് ടിയുടെ റാങ്ക് ടി എന്ന് വെച്ചാൽ റേഞ്ച് സ്പേസിന്റെ റാങ്ക് 6 ആണെങ്കിൽ which implies that t alpha k plus 1, t alpha k plus 2, etc. t alpha n form a basis for the range of t. implies that r എന്താണ്? ഈ r എന്ന് പറയുന്നത്
n മൈനസ് കെ ആയിട്ട് വരും അല്ലേ? ഈ ആർ എന്ന് പറയുന്നത് ഇതിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ മൈനസ് എന്താണ് n മൈനസ് കെ. കെ എന്ന് പറയുന്നത് where k is the nullity of t. അപ്പൊ നമുക്ക് എഴുതാം സിൻസ് k is the nullity of t and n is the dimension of v, we can have എന്ത് പറയാം നമുക്ക് എന്ത് പറയാം rank of t ഇങ്ങനെ which implies that r plus k equal to n എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം rank of r ന് പകരം rank of t എന്ന് പറയാം. k ക്ക് പകരം nullity of t എന്ന് പറയാം equal to n എന്ന് പറയുന്നത് dimension of v. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള rank of t plus nullity of t equal to dimension of v. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഒരു കൊച്ചു തിയറം ഒരു തിയറം കൂടെ ഉണ്ട്. തിയറം 3. ഇവിടെ പറയുന്നത് if A is an m by n matrix with entries in the field F. A is an m by n matrix with entries in the field F. Then row rank A equal to column rank A. റോ റാങ്ക് എന്ന് വെച്ചാൽ എന്താണ് റോ സ്പേസിന്റെ ഡയമെൻഷനെയാണ് നമ്മൾ റോ റാങ്ക് എന്ന് പറയുന്നത്. കോളം സ്പേസിന്റെ ഡയമെൻഷനെയാണ് കോളം റാങ്ക് എന്ന് പറയുന്നത്. രണ്ടും ഈക്വൽ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം ശരിയാവുന്നുണ്ടോ നോക്കാം കേട്ടോ. പ്രൂഫ് അതിനുവേണ്ടി ലെറ്റ് ടി ബി ദി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം എഫ് n by 1 വെക്ടർ ആണ്, എഫിൽ എലമെന്റ്സ് അല്ല, ഇൻറ്റു എഫ് m by 1 വെക്ടർ defined by t of x equal to ax. t of x equal to ax. എന്നിട്ട് the null space of t is the solution space. Null space of t is the solution space for the system. നമുക്കറിയാം null space എന്ന് വെച്ചാൽ എന്താണ്? Null space of t is the solution space for the system ax equal to 0. അതല്ലേ null space. ഇനി that is the set of all x's അല്ലേ? xകളുടെ ഏതൊക്കെ xകളാണോ അല്ലേ, the set of all column matrices x such that ax equal to 0 അല്ലേ? ax equal to 0 വരുന്ന കോളം മെട്രിസസിന്റെ കൂട്ടം, അതാണ് നൾ സ്പേസ് ഓഫ് ടിയിൽ ഉണ്ടാവുക. range of t is the set of all എന്താണ്? range of t is the set of all m by 1 column matrices y such that ax equal to y has a solution for x. Range of t is the set of all m by 1 column matrices y such that ax equal to y has a solution for x. മനസ്സിലാവുന്നല്ലോ? സൊല്യൂഷൻ ഉണ്ടാവണം. അപ്പൊ അങ്ങനെയുള്ള ax equal to yകളാണ് എന്തുണ്ടാവുക? റേഞ്ച് സ്പേസിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി സൊല്യൂഷൻ ഫോർ എക്സ് ഇനി നമ്മൾ എടുക്കുകയാണ്. ഇഫ് a1 a2 etc an are column
of A. A1, A2, etc. AN are columns of A എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ then AX equal to എന്ത് വരും? ഇത് പിന്നെ A1, A2, etc. AN are columns of A. AX equal to x1 A1 plus x2 A2 plus etc. plus xn AN. അതായത് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ x1 x2 etc. xn ആണ്. ഇത് കോളംസ് ആണ്. A1 A2 etc. AN കോളംസും ആണെന്ന്. അപ്പോൾ AX എന്ന് പറയുമ്പോൾ എന്താ വരിക? x1 A1 മനസ്സിലായോ? ഇങ്ങനെയല്ലേ വരിക? AX A എന്ന് പറയുന്നത് ഇതിന്റെ കോളംസ് ആണ്. എയുടെ A2 etc. AN കോളംസും, ഇത് x1 x2 etc. xn മനസ്സിലായോ? x എന്ന് പറഞ്ഞ വെക്ടർ ആണെങ്കിൽ എന്താ വരിക? AX എന്ന് പറയുന്നത് x1 A1 plus x2 A2 plus etc. plus xn AN. So that the range of T is the subspace spanned by range of T is the subspace spanned by the columns of A. അപ്പോൾ range of T എങ്ങനെയാ ഏത് വെച്ചിട്ടാ സ്പാൻ ചെയ്യുന്നത്? A1 A2 etc. AN. അതെന്ന് പറഞ്ഞാൽ എന്താണ്? കോളംസ് ഓഫ് A ആണ്. അതായത് പറയുന്നത് range of T is the subspace spanned by the columns of A. Or എന്ത് പറയാം? Or range of T is the column space of A. Range of T is the column space of A. Rank of T equal to rank of T എന്താണ്? കോളം റാങ്ക് A. Rank of T എന്ന് പറയുന്നത് കോളം റാങ്ക് A ആണ്. Therefore by the above theorem എന്താ പറയുന്നത്? അതായത് above theorem എന്താ പറയുക? റാങ്ക് ഓഫ് ടി പ്ലസ് പിന്നെ നള്ളിറ്റി ഓഫ് ടി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ടി ആണല്ലോ. അപ്പൊ സോ ബൈ ദ above theorem, അതായത് റാങ്ക് നള്ളിറ്റി തിയറം വെച്ചിട്ട് എന്ത് പറയാം നമുക്ക്? if S is the solution space for the system, if this is the solution space for the system AX equal to 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പിന്നെ ഡയമെൻഷൻ ഓഫ് എന്താണ്? റാങ്ക് ഓഫ് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടി, അതായത് ഡയമെൻഷൻ ഓഫ് എസ്, നൾ സ്പേസിന്റെ ഡയമെൻഷൻ പ്ലസ് കോളം റാങ്ക് എ ഈക്വൽ ടു എൻ ആവും അല്ലേ? കോളം റാങ്ക് എ ഈക്വൽ ടു എൻ. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? അതേപോലെ നമുക്ക് പറയാം ഇഫ് small r is the dimension of the row space of A. നോക്കൂ, റോ സ്പേസിന്റെ ഡയമെൻഷൻ ആർ സ്മോൾ ആർ ആണെങ്കിൽ then the solution space S has a basis consisting of n minus r vectors. Okay. അല്ലെ, ടോട്ടൽ n ആയതുകൊണ്ട് ബാക്കി n minus r vectors ആണ് എന്താണ്? സൊല്യൂഷൻ സ്പേസ് S has a basis consisting of n minus r vectors. അത് Ax equal to അല്ലേ 0. Therefore dimension of S equal to n minus row rank A എന്ന് പറയാം അല്ലേ? Dimension of S is equal to n minus
row rank A. Therefore, from these two, from 1 and 2, we get row rank A equal to column rank A. കിട്ടും. മനസ്സിലായപ്പോ റോ റാങ്കും കോളം റാങ്കും ഈക്വൽ ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ശരി.